രാവിലെ +2 കഴിഞ്ഞ എന്റെ മോൻ എന്നോട് പറയാം, അച്ഛാ ബലികുടീരങ്ങളെ എന്ന പാട്ടിന്റെ വൈബിളുള്ള ഒരു പാട്ട് പിന്നെന്താ ഒരു വിപ്ലവഗാനായിട്ട് ഇറങ്ങാത്തത്? ഒരു ചോദ്യമാ +2 പഠിക്കുന്ന ഒരു കുട്ടി എന്നോട് ചോദിച്ചതാ. ഉദ്ദാലകാരുണിയോട് ശ്വേതകേതു ചോദിച്ചു, ഞാൻ എവിടുന്നാ വന്നേ, ഞാൻ എങ്ങോട്ടാ പോകുന്നേ, ഞാൻ ആരാണ്? അതാണ് തത്വമസി എന്ന മറുപടി ഉണ്ടായ ഉപനിഷത്തുണ്ടായത്. ചോദ്യവും ഉത്തരവും ഇല്ല. വീട്ടിൽ നിന്ന് ചർച്ചയുണ്ടോ? ഇല്ല. മാഷ് പറഞ്ഞത് കേൾക്കാതെ അതിനെ തെറ്റിച്ചു പറഞ്ഞൊരു കുട്ടിയാണ് ലോകത്ത് ഏറ്റവും കൂടുതൽ വിദേശികൾ അറിയുന്ന മലയാളി ആരാ? മാഷ് പറഞ്ഞു 1 1 2. അപ്പൊ ഒരു കുട്ടി പറഞ്ഞു, ഒരു പുഴ അങ്ങന്ന് വരുന്നു, ഒരു പുഴ ഇങ്ങന്ന് വരുന്നു, 2 പുഴയും കൂടി ചേർന്നാ പിന്നെ 2 പുഴയല്ല, വലിയ പുഴയല്ലേ ഉണ്ടാകുന്നത്. അപ്പൊ 1 1 കൂട്ടിയാൽ ഇമ്മണി വലിയ 1 എന്ന് പറഞ്ഞ ബേപ്പൂര സുൽത്താനാണ്, വൈക്കം മുഹമ്മദ് ബഷീറിനെയാണ് ലോകത്ത് ഏറ്റവും കൂടുതൽ വിദേശികൾ അറിയുന്ന മലയാളി. മനസ്സിലായോ? മോന്റെ പേരെന്താ? ഫഹദ്. വരദ്. എത്രാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്? 7. എന്റെ സ്കൂളിൽ 1 2 3 എന്നുള്ള നമ്പറിൽ 1 വലുത് 2 വലുത്. 1 2 3 എന്നുള്ള നമ്പറില്ലേ, എണ്ണോ, അതിൽ 1 വലുത് 2 വലുത്. 1 2 വലുത് 2. എന്റെ അച്ഛൻ എത്ര മക്കളുണ്ട്? ഒന്നാമത്തെ ആളാരാ? രണ്ടാമത്തോ ആരാ വലുത്? നീ അല്ലേ? അപ്പൊ 1 വലുത്. അപ്പൊ സ്കൂൾ തുറന്ന ഉടനെ മാഷോട് പോയി ചോദിക്കണം, മാഷ വീട്ടിലെത്തുമ്പോ 1 വലുത്, സ്കൂളെത്തുമ്പോ 2 വലുത്. എന്താ അത്? അതിന് ഉത്തരം ഉണ്ടാകും, പക്ഷെ ചോദ്യം ചോദിക്കാൻ കുട്ടികളെ പഠിപ്പിക്കും. എന്തുകൊണ്ട്? നിങ്ങൾ ആലോചിച്ച് നോക്കൂ. ഈ കേരളം സാംസ്കാരിക കേരളം എന്നൊക്കെ പറയുന്നു, എന്നറിയോ? ചന്ദ്രഗ്രഹണവും സൂര്യഗ്രഹണവും ഉണ്ടാകുന്നത് എങ്ങനെയാ? പാമ്പ് വിഴുങ്ങിയിട്ടാണോ? അങ്ങനെ വിശ്വസിക്കുന്ന ആരെങ്കിലും ഇവിടെ? ഭൂമിയുടെ നിഴല് ചന്ദ്രനിൽ പതിയുന്നതാണ് ചന്ദ്രഗ്രഹണം. ചന്ദ്രന്റെ മറവ് കൊണ്ട് സൂര്യനെ കാണാതാവുന്നതാണ് സൂര്യഗ്രഹണം. എല്ലാ ക്ലാസ്സിലും അതല്ലേ പഠിപ്പിച്ച്? അങ്ങനെയല്ല എന്ന് ആരും പറഞ്ഞിട്ടില്ലല്ലോ. ഈ പിഴുങ്ങുന്ന പാമ്പുണ്ടോ പിന്നെ? എന്നാൽ നമ്മൾ എല്ലാ വീട്ടിലും കല്യാണത്തിന് രാഹുകാലം നോക്കുക. അതെന്ത് കാല? രാഹുകാലം ഗുളിക കാലം ഒന്ന് കലണ്ടർ കണ്ടിട്ടുണ്ടോ? ഗുളിക കാലം ഉള്ളതാ. രാവിലെ 1, ഉച്ചക്കര, രാത്രി 2 ഗുളിക കഴിക്കുന്ന കാലം. അതല്ലാതെ വേറെ ഒരു രാഹു ഈ പ്രപഞ്ചത്തിലില്ല. അറിയണം, കുട്ടികൾ അറിയണം. ഞാൻ അഥവാ ഇവിടെ തിരൂരല്ലേ, തുഞ്ചൻ പറമ്പും കുറെ ആളുകളൊക്കെ ഉണ്ടല്ലോ, ജ്യോതിഷികളെല്ലാം ഉണ്ട്. ഞാൻ ഇവിടെ വെല്ലുവിളിക്കുക, രാഹു എന്ന് പറയുന്ന ഒരു സാധനത്തെ ഈ ലോകത്ത് എവിടെയും ഉണ്ടെന്ന് കാണിച്ചു തന്നെങ്കിൽ കണ്ണൂർ ജില്ലയിൽ തലശ്ശേരി താലൂക്കിൽ ചിറ്റാരിപ്പറമ്പ് പഞ്ചായത്തിൽ മാൻതേരി അംശം ദേശത്ത് എന്റെ പേരിലുള്ള 20 സെന്റ് സ്ഥലവും അതിലെ വീടും അവരെ പേരിൽ ഞാൻ റേഷായി കൊടുക്കും. ഒരു പൈസയും വാങ്ങണ്ട. ഞാൻ സത്യം ചെയ്ത് പറയാം. രാഹുവിനെ കണ്ടുപിടിച്ചു തന്നാൽ ഉണ്ടോ? ഇല്ല. നമ്മൾ ഇപ്പോഴും നമ്മുടെ കേരളത്തിലെ പല സ്ഥാനാർത്ഥികളും നോമിനേഷൻ കൊടുക്കുന്നവരെ രാഹുകാലം നോക്കിയിട്ടാ. അറിയോ? പിന്നെ എങ്ങനെ നമ്മുടെ നാട് നന്നാവും? ഒരുപാട് മൂഢധാരണകളുമായിട്ട് പോവുകയാണ്. എന്റെ നാട്ടിലെ സെബാസ്റ്റ്യൻ ചുമട്ടുതൊഴിലാളി, നല്ല പണിക്കാരനാണ്. ഒരു 5-6 മാസം മുമ്പ് അവൻ ആത്മഹത്യ ചെയ്തു. നല്ല മനുഷ്യൻ. എന്തിനാ ആത്മഹത്യ ചെയ്തു ആരും അറിയില്ല. ഞാൻ അവന്റെ കൂടെ പണിയെടുക്കുന്നവരോട് പോയി ചോദിച്ചു, അതെന്താ സംഭവം? ഒന്നും അറിയില്ല. 2 ആഴ്ചയായി അവൻ മെഴുകുതിരിയും വാങ്ങിയിട്ട് സ്ഥിരം പള്ളിയിൽ പോയിട്ട് പ്രാർത്ഥനയോട് പ്രാർത്ഥനയാണ്. എന്താ സംഭവം? ഭാര്യയോട് ചോദിച്ചു, മക്കളോട് ചോദിച്ചു, അവർക്കൊന്നും അറിയില്ല. ഒരു കുഴപ്പമില്ല. അന്വേഷിച്ചപ്പോ മനസ്സിലായത്, അവൻ സഹകരണ ബാങ്കിൽ നിന്ന് 50,000 ലോൺ എടുത്തിട്ട് ഓണം ബമ്പറിന്റെ 100 ടിക്കറ്റ് വാങ്ങി. 500 രൂപ ഒരു ടിക്കറ്റ്, 100 ടിക്കറ്റ് വാങ്ങി. എന്നിട്ട് ദിവസവും പോയിട്ട് അവിടെ പോയി പ്രാർത്ഥിച്ചു. ലോട്ടറി അടിച്ചപ്പോ റിസൾട്ട് വന്നപ്പോ കുറേ ടിക്കറ്റ് ഒന്നിച്ചെടുത്താൽ ചില്ലറ പൈസ കിട്ടുമല്ലോ. 1800 രൂപ കിട്ടി. 1800 രൂപ. ഈ ലോണ് തിരിച്ചടക്കാൻ കഴിയുന്നില്ല. ഒന്നും കിട്ടാത്തതിന്റെ നിരാശയിൽ ആത്മഹത്യ ചെയ്തു. ഭാര്യയും മക്കളും അനാഥരായി. ഇവനെന്താ വിചാരിച്ചത്? ഇവന്റെ നമ്പർ മനസ്സിലാക്കിയിട്ട് കുറച്ച് മെഴുതിരി കൊണ്ട് കത്തിച്ചാൽ ഈ ദൈവം ലോട്ടറിന്റെ
നറുക്കെടുക്കുന്ന ഹാളിൽ പോയിട്ട് മിഷ്യനാ നറുക്കെടുക്കുക, ഈ ഉള്ളിൽ കയറിയിട്ട് ഇവന്റെ നറുക്ക് തെറിപ്പിച്ചു കൊടുക്കുന്നതാണോ? നേരത്തെ നമ്പർ മനസ്സിലാക്കിയിട്ട് ആ നമ്പറിന് ലോട്ടറി അടിപ്പിച്ചു കൊടുത്ത ഒരു ദൈവത്തെ എനക്കറിയാം, നിങ്ങൾക്കറിയോ? ആ ദൈവത്തിന്റെ പേര് കിലിക്ക സിനിമയിലെ രേവതി എന്ന. ഇന്നസെന്റിന് ലോട്ടറി അടിപ്പിച്ചു കൊടുക്കുന്ന കണ്ടില്ലേ? ഈ പണിയെടുക്കുന്ന ആളാണോ ദൈവം? നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ദൈവത്തിൽ വിശ്വസിച്ചോളൂ. പക്ഷേ ദൈവം നമുക്ക് തന്നിരിക്കുന്ന ഈ ജന്മം ഒരു വരമാണ്. അല്ലാതെ ഈ പുരാണത്തിൽ കുറെ കഥയുണ്ട്. കാലിന്റെ മടമ്പ് കൊണ്ടുപോയിട്ട് കൊറോമിൽ വെച്ചിട്ട് ഇങ്ങനെ നിൽക്കൂ കുറെ നേരം. അങ്ങനെ നിൽക്കുമ്പോ ദൈവം വരൂ, വരം കൊടുക്കും. പിന്നെ ബാക്കിയുള്ള ആൾ അതും കൊണ്ട് കെട്ടി ഏലണം. എല്ലാ രാക്ഷസന്മാരും ദൈവം വരം കൊടുത്തിട്ട് ഇടങ്ങാറാക്കി വരാം. എന്നാ ഇത് കൊടുക്കാണ്ട് വെച്ചാ പോരെ. ഈ വരം വരും എന്ന് വിചാരിച്ചിട്ട് നമ്മുടെ കുട്ടികളെ അവനവനുള്ള വിശ്വാസം നഷ്ടപ്പെടുത്തരുത്. എനിക്ക് ഇഷ്ടമില്ലാത്തൊരു പാട്ടുണ്ട്, കേൾക്കാൻ നല്ല പാട്ടാ. മുകുന്ദ മുകുന്ദ കൃഷ്ണ മുകുന്ദ മുകുന്ദ വരന്ത വരന്ത വൃന്ദാവനന്ദാവനന്ദ. ഇവന് വരം മാത്രം പോരാ, ആകെ ഇപ്പോ 18 ഏക്കറേ ഉള്ളൂ വൃന്ദാവനം. അതിൽ 1/2 ഏക്കർ ഇവന് കൊടുക്കണം. വൃന്ദാവനന്ദാൻ. ഈ വരം നമുക്ക് ലഭിച്ചിരിക്കുന്ന ജന്മം ഒരു വരമല്ലേ? ഒരു പക്ഷിക്കും മൃഗത്തിനും ഇപ്പോ ഭാസ്കര മാഷയുടെ മഞ്ഞേണി എന്ന പാട്ട് കേൾക്കാൻ പറ്റിയോ? ഇല്ലല്ലോ. അതൊരു വരല്ലേ? നമുക്ക് ചിന്ത ഉൽപ്പാദിപ്പിക്കുന്ന തലച്ചോറ്, ആ തലച്ചോറ് ഏറ്റവും ഉറപ്പുള്ള എല്ലുകൊണ്ട് പൊതിഞ്ഞു തന്നില്ലേ? അതൊരു വരല്ലേ? മനുഷ്യ ശരീരത്തിൽ ഏറ്റവും ഉറപ്പുള്ള എല്ല് തലയൊട്ടിയല്ലേ? ഏറ്റവും ഉറപ്പില്ലാത്ത എല്ലുകൊണ്ട് പൊതിയാത്ത അവയവേതാന്നറിയോ? വയറ്. ഈ ചോറിനേക്കാൾ ഈ ചോറിനാ പ്രധാനം എന്ന് മനസ്സിലായോ? ഒരു കണ്ണ് മാത്രം എടുത്താൽ മനുഷ്യജന്മം എത്ര ഭാഗ്യമാണ്. ഈ കണ്ണ് ഇടത്തോട്ടും വലത്തോട്ടും കൃഷ്ണമണി ചലിക്കുന്ന കൊണ്ടല്ലേ നൃത്തക്കാർ അഭ്യാസം കളിക്കുന്നത്. ഇനി സത്യഭാമ ടീച്ചറിന്റെ അടുത്ത് കണ്ണുകൊണ്ട് അഭ്യാസം കളിക്കാൻ പാടില്ല, കാരണം കറുത്ത ആള് നൃത്തം ചെയ്യാൻ പാടില്ല. അസത്യഭാമ ടീച്ചർ പറഞ്ഞ കറുത്തവർ നൃത്തം ചെയ്യരുത്. ഇന്ത്യ കണ്ട ഏറ്റവും വലിയ 2 നൃത്തക്കാര് കറുത്തിട്ട. നവരസങ്ങൾ കൊണ്ട് രാസലീലയാടിയ കൃഷ്ണൻ കറുത്തിട്ടല്ലേ? വെളുത്തിട്ട. നടരാജമൂർത്തി താണ്ഡവ നൃത്തം ചവിട്ടിയ ശിവൻ വെളുത്തിട്ട, കറുത്തിട്ടല്ലേ? ഇതേടുന്ന ഒരു അസത്യഭാമ വന്നോന്നറിയില്ല. അപ്പൊ കണ്ണിന്റെ കൃഷ്ണമണി ചലിക്കുന്നു. അതുകൊണ്ടാ നമുക്ക് ഇടത്തും വലത്തുള്ള ആളുകളെ കാണാൻ പറ്റും. ഞാനിപ്പോ ഇവിടെ ഇരിക്കുമ്പോ ആലങ്കോടിനെ ഞാൻ കാണുന്നുണ്ട്, കാരണം എന്റെ കണ്ണങ്ങോട്ട് ചലിച്ചാൽ. ഈ ചലനശക്തി ഇല്ലെങ്കിൽ ടേബിൾ ഫാന് തിരിയും പോലെ സെറ്റടക്കം തിരിയണ്ടേ? വേണ്ടേ? ഈ കണ്ണ് ദുർബലമായതുകൊണ്ട് നെറ്റിയുടെ എല്ല് കവിളെല്ല് ഉയർത്തി വെച്ചിട്ട് അതിന്റെ കുഴിയിൽ പിടിപ്പിച്ചു തന്നില്ലേ? എന്തെങ്കിലും വന്നടിച്ചാൽ കണ്ണിന് തകരാറ് വരാതിരിക്കാൻ. ആ കണ്ണിൽ പൊടി വീഴാതിരിക്കാൻ വേണ്ടി മേലെ 2 കണ്ണിന്റെ മേലെ സൺഷെയ്ഡ് പുല്ല് വെച്ച് പിടിപ്പിച്ചു തന്നില്ലേ? പുരികം പൊടി വീഴാതിരിക്കാനാ. അത് പൊരിച്ചു മാറ്റിയിട്ട് വരച്ചുണ്ടാക്കാനുള്ളതല്ല. മനസ്സിലായിക്കൊള്ളോ? അഥവാ എന്തെങ്കിലും പൊടി കണ്ണിന് നേരെ വന്നിട്ടുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക് ഷട്ടർ പിടിപ്പിച്ചു തന്നില്ലേ? കൺപോള. നമ്മളിതാ കൈകൊണ്ട് തടഞ്ഞോ എന്ന് പറയുമ്പോഴേക്ക് പൊടിയങ്ങെത്തും. അഥവാ പൊടി വീണിട്ടുണ്ടെങ്കിൽ സർവീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയിട്ട് വെള്ളം ചീറ്റുണ്ടല്ലോ, അതിൻ്റെ ഉള്ളിൽ നിന്ന് തന്നെ വെള്ളം ചീറ്റിയിട്ട് പൊടിയെ ഒലിപ്പിക്കാൻ കണ്ണീരുണ്ടായി തന്നില്ലേ? ചെവി ചുളുക്കി മടക്കി വെച്ചതെന്തിനാ? ശബ്ദതരംഗങ്ങൾ എവിടുന്ന് വന്നാലും കർണപുടത്തിലേക്ക് എത്തിക്കാൻ വേണ്ടിയാ, അല്ലാതെ പപ്പടം കാച്ചും പോലെ എണ്ണയിലിട്ടപ്പോ ചുളിഞ്ഞു പോയതല്ല. അതിന്റെ താഴെ മൃദുലമായ ഇറച്ചി കഷ്ണം കണ്ട അതുപോലെ പെണ്ണുങ്ങളെ ഈ ജന്മം സുന്ദരമാണെന്ന് പറയാൻ കാരണം അത് എല്ലിന്റെ ആണെങ്കിൽ നിങ്ങൾക്ക് കാത് കുത്താൻ ഡ്രില്ലിംഗ് മെഷീൻ വേണ്ടേ? എത്ര മൃദുലമാണ് നമ്മളെ കാത്, ആലോചിച്ചു കേട്ടെ. വായൊക്കെ തൊട്ടു മേലെ മൂക്ക് ഫിറ്റ് ചെയ്തില്ലായിരുന്നുവെങ്കിൽ നമ്മൾ തിന്നുന്നത് കേട്ടതോ നാറുന്നതോ എങ്ങനെയാ മനസ്സിലാവുക? മൂക്ക് വേറെ എവിടെയെങ്കിലും ആണെങ്കിൽ കെട്ടത് തിന്നേണ്ടി വരൂലേ? ഇടി എത്തുമ്പൊക്കെ മണക്കുന്നില്ലേ? അയ്യോ ഇത് പോക്കാന്ന്. ഈ ജന്മം, ഈ മനുഷ്യജന്മം ഒരു വരമാണ്. അതിൻ്റെ അകത്തുള്ള തലച്ചോറിനെയും ഹൃദയത്തെയും വികസിപ്പിക്കുക എന്ന് പറഞ്ഞാൽ ചിന്തകളും വികാരവും വികസിപ്പിച്ചിട്ട് ഈ ലോകത്തെ നവങ്ങളായി സൃഷ്ടിക്കാനാണ് നിങ്ങൾ ഇവിടെ അയച്ചത്. അല്ലാതെ കുറെ തിന്ന് കിടന്നുറങ്ങി ടോയ്ലറ്റ് പോകാനല്ല. നമ്മുടെ വീടുകൾ അത്തരത്തിൽ മാറണം. നമ്മുടെ അടഞ്ഞ വാതികൾ തുറക്ക്, വീട്ടു വരാന്തയിലേക്ക് ഇറങ്ങ്,
പ്രഭാതത്തിൽ ഉണർന്ന ഉടനെ ഇസ്രായേലിലെ പട്ടാളക്കാരെ പണിയെടുക്കല്ല. ഇസ്രായേലിലെ പട്ടാളക്കാര് രാവിലെ ഉറക്കെളിഞ്ഞ ഉടനെ ഗാസയിലേക്ക് 3 മിസൈലിന് തീ കൊടുക്കും. എന്നിട്ട് അവര് പല്ലുവരെ തേക്കും. അതവരുടെ രാവിലത്തെ ദിനചര്യ. ഇപ്പോ പാവപ്പെട്ട കുട്ടികളെ കൊല്ല ആദ്യം മിസൈലിന് തീ കൊടുക്കും. നമ്മളെ വീട്ടിൽ എന്താ ആദ്യത്തെ പണി? 3 അടുപ്പ് ടിക്ക് ടിക്ക് 3 മിസൈലിന് തീ കൊടുക്കും, കത്തിക്കും. ഭക്ഷണം കഴിക്കാനുള്ള സാധനം. നമ്മൾ മുറ്റത്തിറങ്ങും. ഉദിച്ചു വരുന്ന സൂര്യനെ നോക്കിയിട്ട് അയ്യപ്പ പണിക്കരുടെ ഒരു കവിത ചൊല്ല്. പ്രിയതമേ പ്രഭാതമേ, വിരിഞ്ഞു നിന്നെ നോക്കിടുന്ന പൂവുകൾക്കുദാരശോഭ ചൊരിയുവാനൊരുങ്ങി വരും വൈഭവ പ്രഭാവമേ, നീ വരാതിരിക്കുകിൽ വിടരുകില്ല പൂവുകൾ, വിടരുകില്ല മൊട്ടുകൾ, പ്രണയമില്ല പ്രളയമില്ല, പ്രാണനില്ല പ്രാണിയില്ല, നീ വരാതിരിക്കുകിൽ. ഒരു കവിത ചൊല്ല്. അല്ലേ യേശുദാസിന്റെ ഒരു പാട്ട്, ഉഷസേ നീ എന്നെ വിളിക്കുകില്ലെങ്കിൽ ഒരിക്കലും ഞാൻ ഉണരുകില്ല. മണിക്കൂർ നേരം മുറ്റത്തെ പൂക്കളെ നോക്കി, പൂമ്പാറ്റിയെ നോക്കി, വഴിയിലൂടെ പോകുന്ന കിളികളെ നോക്കി, പൂച്ചക്കുട്ടിയെ നോക്കി, ഒന്ന് മക്കളോടൊത്ത് വർത്തമാനം പറഞ്ഞ് സഹനാവവധു ഒരുമിച്ച് ചർച്ച ചെയ്തിട്ട് മാത്രം ഭക്ഷണം ഉണ്ടാക്കേണ്ടത് കയറിയ മതി കേട്ടോ. മനസ്സിനെ ഉണർത്തൂ, മനസ്സിനെ ഉണർത്തൂ. മാനസ പത്മതീർത്ഥമേ ഉണരൂ. അഗ്നിരഥത്തിലുദിക്കുമുഷസ്സിൻ അർഘ്യം നൽകൂ, ഗന്ധർവസ്വര ഗംഗയൊഴുകൂ, ഗായത്രികൾ പാടും. ഭാരതത്തിൽ ആദ്യത്തെ പ്രാർത്ഥന ഓം നമഃശിവായ ഓം നാരായണായ എന്നൊന്നുമല്ല. ആദ്യത്തെ പ്രാർത്ഥന ധിയോയോ ന പ്രചോദയാത്, ബുദ്ധിയെ പ്രചോദിപ്പിക്കുന്ന പ്രകാശമേ വന്നാലുന്ന, ഉള്ളില് വെളിച്ചം വർദ്ധിപ്പിക്കുക. അത് സൗന്ദര്യം, നന്മ, സത്യാന്വേഷണം. ഇതാണ്. അതാ സത്യം, ശിവം, സുന്ദരം എന്ന് പറയുന്നത്. മനസ്സിലായോ? ഇതാണ്. അത്തരത്തിൽ നമ്മൾ ഓരോ ദിവസവും എന്നെയും എന്റെ കുടുംബത്തെയും എന്റെ സമൂഹത്തെയും നവങ്ങളായി സൃഷ്ടിക്കാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ നിങ്ങൾ ഇന്ന് ചത്തതിനൊക്കുമേ ജീവിച്ചിരിക്കലും. തിന്നുന്ന മൃഗം മാത്രമാകല്ല, ചിന്തിക്കുന്ന ചിന്തയാണ് വളരേണ്ടത്. പക്ഷെ ഇപ്പൊ അടുത്ത കാലത്ത് എന്നോട് ക്ഷമിക്കുക, ചിന്ത എന്റെ വള്ളി എടുത്ത് അപ്പുറത്തെ അക്ഷരത്തിന് മാറ്റിയിട്ട് വളർത്താനാ ആളുകൾ താല്പര്യം. തിരിയണ്ടാക്ക് തിരിഞ്ഞിട്ടുണ്ടാവും. ഞാനൊരു ഉദാഹരണം പറയാം. ലോകമറിയപ്പെടുന്ന ഒരു മനുഷ്യാവകാശ പ്രവർത്തകയാണ് ദയാഭായി. അവര് കാസർഗോഡ് എൻഡോസൾഫാൻ ദുരിതബാധർക്ക് വേണ്ടി തിരുവനന്തപുരത്ത് സത്യാഗ്രഹം കിടന്നു. ഞാനന്ന് യുവാക്കളുടെ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകൾ മുഴുവൻ സർവേ നടത്തി. ഒരൊറ്റ ചെറുപ്പക്കാരൻ അവരുടെ ഒരു ഫോട്ടോ, ആ വാർത്ത കമന്റ് ചെയ്യുകയോ ഷെയർ ചെയ്യുകയോ ഒരു അഭിപ്രായം പറയുകയോ ചെയ്തിട്ടില്ല. ആരും മൈൻഡ് ചെയ്തില്ല. അവരൊരു സ്ത്രീയാ. എന്നാൽ 2 മാസം കഴിഞ്ഞപ്പോ കൊച്ചിയിൽ മറ്റൊരു സ്ത്രീ വന്നു. അവർ ഈ രാജ്യത്തിന്റെ വളർച്ചക്കോ സാംസ്കാരികതയ്ക്കോ ഒരു സംഭാവനയും ചെയ്തില്ല. അവര് വന്നപ്പോ 2 ലക്ഷം യുവാക്കൾ മോട്ടോർ സൈക്കിളും കാറും എടുത്തിട്ട് കൊച്ചി ടൗണിൽ പോയി. കൊച്ചി ടൗണ് സ്തംഭിച്ചു പോയി. അവരുടെ പേര് സണ്ണി ലിയോൺ എന്നാ. അവരെ കാണാൻ പോയി. എന്തിനാ കാണാൻ പോയേ? സണ്ണി ലിയോണിന്റെ മനസ്സാണോ, ചിന്തയാണോ? വള്ളി മാറ്റിയ ചിന്ത. അത് കാണാനാ പോയേ. ഇപ്പൊ കേരളത്തിലെ ഉദ്ഘാടന സദസ്സുകൾ പണ്ട് മന്ത്രിമാർ, MLA മാർ, അല്ലെ പാണക്കാട്ട് തങ്ങൾ, ഇവരൊക്കെയായിരുന്നു തുണിക്കടകൾ ഉദ്ഘാടനം ചെയ്യുന്നത്. എന്നാൽ പണ്ട് നസീർ, മമ്മൂട്ടി, മോഹൻലാൽ എല്ലാം കൊണ്ടുവരും. ഇപ്പൊ എല്ലാം മാറ്റി ഒരു നടി. എന്താ നടിക്ക് പ്രത്യേകത? അവർ അഭിനയിക്കുന്ന നടി തന്നെയാ. പക്ഷേ അവരെ കുറ്റം പറയണ്ട. ഈ കാണാൻ പോകുന്ന ആള് ക്യാമറ ഫോക്കസ് ചെയ്യുന്നത് വള്ളി മാറ്റിയ ചിന്തക്കാ. ആളെ മനസ്സിലായിട്ടുണ്ടാവുമല്ലോ. എന്താണ് നമ്മുടെ നാടിങ്ങനെ? നമ്മുടെ യുവാക്കൾ പഠിക്കുന്നില്ലേ? നല്ല അറിവ് നേടുന്നില്ലേ? അവരെ പക്ഷേ സംസ്കാരത്തിന്റെ പരിപ്രേക്ഷ്യത്തിലേക്ക് കൊണ്ടുവരണം. സംസ്കാരത്തിന് രാഷ്ട്രീയവും രാഷ്ട്രീയത്തിന് സംസ്കാരവും വേണം. ഇത് രണ്ടും കൂട്ടിച്ചേർക്കുന്ന പ്രസ്ഥാനമാണ് യുവകലാ സാഹിതി. സംസ്കാരത്തിന് രാഷ്ട്രീയം വേണം എന്ന് പറഞ്ഞാൽ, രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കലും വോട്ട് ചെയ്യലും അല്ല. നിങ്ങളുടെ വീട്ടിൽ രാഷ്ട്രീയമുണ്ടോ? എന്താ? അച്ഛനും അമ്മയും മക്കളും മൊബൈൽ ഫോണും ടിവിയും ലാപ്ടോപ്പും എല്ലാം മാറ്റിവെച്ചിട്ട് ലോകത്തെ പറ്റി ചർച്ച ചെയ്തോ?
കഴിഞ്ഞ ആഴ്ച മാതൃഭൂമി പത്രത്തിൽ 17 കോടി രൂപയ്ക്ക് ലേലത്തിന് വിറ്റ ഒരു ചിത്രം പ്രസിദ്ധീകരിച്ചു. ആ ചിത്രം ഒരു ഊഞ്ഞാലാടുന്ന ഒരു മലയാളി സ്ത്രീയുടെ ചിത്രമാണ്. ആ ചിത്രം നിങ്ങളുടെ വീട്ടിൽ തൂങ്ങിച്ചത്തവും കെട്ടുതുള്ളിയും വാർത്തകൾ പങ്കുവെക്കുമ്പോ ഈ ചിത്രം കാണിച്ചിട്ട് ചർച്ച നടത്തിയ എത്ര വീടുണ്ട് ഈ നാട്ടിൽ? കണ്ടിട്ടുണ്ടോ ആ വാർത്ത? ആ ചിത്രം വരച്ചത് 17 കോടി രൂപ വില കിട്ടിയ ആ ചിത്രം വരച്ചത് ആരാന്നറിയോ? മലയാളിയായ രാജാ രവിവർമ്മ. ഈ വാർത്ത പത്രത്തിൽ വന്നിരുന്നു, പക്ഷെ നമ്മൾ ശ്രദ്ധിച്ചോ? ഇല്ല. വറ്റിപ്പോയ പുഴകളുടെ വാർത്തകൾ നമ്മൾ കാണുന്നു, പക്ഷെ 40 കൊല്ലം മുമ്പ് വറ്റിപ്പോയ ഒരു പുഴ വീണ്ടും ഒഴുകുന്നു എന്ന വാർത്ത സ്വിറ്റ്സർലൻഡ് ചാനലിൽ വന്നു. സ്വിറ്റ്സർലൻഡ് ചാനൽ 40 വർഷം മുമ്പ് വറ്റിപ്പോയൊരു പുഴ 10 വർഷമായി വീണ്ടും ഒഴുകുന്നു. ഒരു ദിവസം മുഴുവൻ ആ ചാനലിൽ ആ വാർത്ത മാത്രമേ ഉണ്ടായിരുന്നു, ഒരു ഒന്നുമില്ല. ഈ പുഴ എങ്ങനെയാ ഒഴുകിയേ? അവിടുത്തെ പുഴ, അവിടുത്തെ മനുഷ്യര്, അവിടുത്തെ ജീവജാലങ്ങൾ എല്ലാം. അതെവിടെയാന്നറിയോ ആ പുഴ? ഇന്ത്യയിൽ ഒരു പത്രം റിപ്പോർട്ട് ചെയ്തോ? ഇന്ത്യയിൽ എവിടെയാന്നറിയോ? അത് കേരളത്തിൽ ഒരു പത്രം റിപ്പോർട്ട് ചെയ്തോ? കേരളത്തിൽ എവിടെയാന്നറിയോ? നിങ്ങളുടെ തൊട്ടടുത്ത ജില്ലയിൽ പാലക്കാട് അട്ടപ്പാടിയിലെ ഭവാനിപ്പുഴയുടെ കൈവഴിയായ കൊടുങ്കരപ്പള്ളം വീണ്ടും ഒഴുകാൻ തുടങ്ങി. നമ്മൾ ഒരൊറ്റ പത്രവും നമുക്ക് റിപ്പോർട്ട് ചെയ്തില്ല. എന്നാ സ്വിറ്റ്സർലൻഡ് ചാനലിൽ എന്റെ മോന അത് കണ്ടെത്തിയത് എന്നെ കാണിച്ചു തന്നു. ഇങ്ങനൊരു വാർത്തയുണ്ട്. ഞാൻ കണ്ണൂർ ജില്ലാ പഞ്ചായത്തിന്റെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനാണ്. ഞാനത് ജില്ലാ പഞ്ചായത്തിൽ അവതരിപ്പിച്ചു. ഞങ്ങള് കഴിഞ്ഞ ഡിസംബർ 18-ാം തീയതി ഒരു വാനിൽ 23 മെമ്പർമാരും വാനിൽ കയറി സൈലന്റ് വാലിക്ക് താഴെയുള്ള അവിടുത്തെ ഡോർമെട്രിയിൽ പോയിട്ട് താമസിച്ച് 19, 20, 21 3 ദിവസം ഞങ്ങള് ആ പുഴയെ പറ്റി പഠിച്ചു. എങ്ങനെയാണ് ആ പുഴ വീണ്ടും ഒഴുകിയത്? അട്ടപ്പാടി ഹില്ലേരിയ ഡെവലപ്മെന്റ് സൊസൈറ്റി അഹാഡ്സിന്റെ നീർത്തട മാസ്റ്റർ പ്ലാനിന്റെ ഭാഗമായിട്ടാണ് പുഴ ഒഴുകിയത്. നിങ്ങൾക്കത് കാണണോ? 1985 നമ്മുടെ ഭരതൻ സംവിധാനം ചെയ്ത മോഹൻലാലിന്റെ സിനിമയുണ്ട് താഴ്വാരം. ആ സിനിമ കാണുക, വരണ്ടുണങ്ങിയ അട്ടപ്പാടിയെ കാണാം. എന്നിട്ട് നിങ്ങൾ ഒരു 4 കൊല്ലം മുമ്പ് ഇറങ്ങിയ അയ്യപ്പനും കോശിയും സിനിമ കാണാം. അതേ സ്ഥലത്ത് നിന്ന് ഷൂട്ട് ചെയ്തുക. നല്ല പച്ചപ്പായ അട്ടപ്പാടി കാണാം. ആ മാറ്റമാണ് ആ പുഴയെ ഒഴുക്കിയത്. പക്ഷേ ഇത്തരത്തിലൊരു വാർത്ത നിങ്ങൾ ആരും TV കണ്ടോ, പത്രത്തിൽ കണ്ടോ? ഇല്ല. നമുക്ക് നെഗറ്റീവ് വാർത്തകളെ വേണ്ടൂ. നമുക്ക് പോസിറ്റീവ് ആകാം. നല്ല വാർത്തകളുണ്ട്. സുഗതകുമാരി ടീച്ചർ പറഞ്ഞ പോലെ പരുക്കനാണ് ഈ ലോകം, പക്ഷേ ആരാമങ്ങളുമുണ്ട് ഇവിടെ. എല്ലാം പരുക്കനല്ല. നന്മയുടെ വാർത്തകൾ നമുക്ക് ഊതിക്കത്തിക്കാം. ആ നന്മയുടെ വാർത്തകൾ ഊതിക്കത്തിക്കാൻ, തിന്മയുടെ വാർത്തകളെ തമസ്കരിക്കാൻ വേണ്ടിയിട്ടുള്ള പ്രസ്ഥാനമാണ് യുവകലാസാഹിതി. അത്തരത്തിലുള്ള യുവകലാസാഹിതിയുടെ ഈ കൈമലശ്ശേരിയെ പ്രവർത്തകർ സമൂഹത്തിൽ എന്ത് നടന്നാലും കൈമലർത്തുന്നവരാകരാതെ. എനിക്കറിയില്ല, കൈമലർത്തുന്നവരല്ല കൈമലശ്ശേരിക്കാർ, അതിനോട് പ്രതികരിക്കുന്നവരാണ്. ഈ പ്രപഞ്ചം മുഴുവൻ എന്റെ നാടാണെന്ന് പറയുന്ന ഒരു മനുഷ്യനാണ് അതിന്റെ സംസ്ഥാന പ്രസിഡന്റ്. ആലം ഉടയോൻ എന്ന് കേട്ടിട്ടില്ലേ? ഈ പ്രപഞ്ചത്തിന്റെ ഉടയോൻ. തിരുവിതാംകോട് എന്ന് കേട്ടില്ലേ? തിരുവിതാംകോട്. അതുപോലെ പ്രപഞ്ചം എന്റെ നാടാക്കി മാറ്റിയ ആലങ്കോടാണ് അതിന്റെ പ്രസിഡന്റ്. പ്രപഞ്ചം എന്റെ നാട് എന്ന് പറയുന്ന അത്തരത്തിലുള്ള ഈ പ്രസ്ഥാനം, അതിന്റെ പ്രവർത്തകരെ നിങ്ങൾ സഹായിക്കുക. അതിന് കൂടെ രാഷ്ട്രീയമൊന്നും നോക്കണ്ട, നന്മയുടെ രാഷ്ട്രീയം, അതിന്റെ കൂടെ നിൽക്കുക. ഇത്തരത്തിലുള്ള സാംസ്കാരിക പ്രവർത്തനങ്ങളിൽ ഇതിൽ മെമ്പർഷിപ്പ് എടുക്കുമ്പോൾ നിന്റെ പാർട്ടി ഏതാ, നിന്റെ കുടുംബം ഏതാ, നിന്റെ മതം ഏതാന്ന് ചോദിക്കൂല. നിന്റെ കഴിവെന്താ, നീ പാട്ട് പാടുമെന്ന് ചോദിക്കും, നീ കവിത എഴുതുമെന്ന് ചോദിക്കും. അത്തരത്തിലുള്ള ഒരു പ്രസ്ഥാനത്തെ കൂടുതൽ ശക്തിപ്പെടുത്താൻ ഈ വാർഷികം ഉപകരിക്കട്ടെ എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട്, ഈ വൈകിയ വേളയിലും നാടകം കാണാൻ വന്നിട്ട് ഞങ്ങളുടെ പ്രസംഗവും സഹിച്ചിരുന്നതിന് നിങ്ങളോടെല്ലാം നന്ദി പറഞ്ഞുകൊണ്ട് ഈ പരിപാടിക്ക് എല്ലാ ആശംസകളും അറിയിച്ച് ഞാൻ എൻ്റെ ഭാഷണം ചുരുക്കുന്നു. നമസ്കാരം.